അഭിമാനം. അയ്യോ ടീച്ചർ വന്നു. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. എല്ലാവരും ബുക്ക് എടുത്ത എല്ലാം ശ്രദ്ധിച്ചിരുന്നോ? ഇതാണ് പരീക്ഷയ്ക്ക് വരിക. ദിസ് ഈസ് എ ബസ്, എ ബ്ലൂ ബസ്. മക്കളെ നാളെ ഇത് പഠിച്ചോണ്ടാണ്. ഇതാണ് എക്സാം ഉണ്ടാവുക നാളെ. നെക്സ്റ്റ് ഡേ. എടി ഇന്ന് എക്സാം ഉണ്ട്, നീ പഠിച്ചാ? എപ്പോൾ പഠിക്കാൻ പറഞ്ഞു ടീച്ചർ? ടീച്ചർ ഇന്നലെ പഠിക്കാൻ പറഞ്ഞില്ലേ? ഒയ്യോ ഞാൻ പഠിച്ചില്ലല്ലോ. എന്ത് ചെയ്യും? ഇത്തിരി സമയമല്ലേ ഉള്ളൂ, വേറെ ഒന്ന് പഠിക്കാൻ. അമ്മയുടെ നല്ല ചീത്ത കേൾക്കും എനിക്ക്. അയ്യോ എനിക്ക് പേടിയാണ്. ഞാൻ പേപ്പർ തരാം, അതിലെല്ലാവരും എഴുതണം. എല്ലാവരും പഠിച്ചിട്ടില്ലേ? എല്ലാവരും നന്നായി പഠിച്ചിട്ടില്ലേ? എല്ലാം അമ്മയില്ലേ? എല്ലാവരും ഒന്നും കൂടി വായിച്ചു നോക്കിക്കോളും. അയ്യോ ഇന്നലെ ടീച്ചർ ഏതാ പഠിപ്പിച്ചത്? ഞാൻ നല്ല ശ്രദ്ധിച്ചിരുന്നില്ല. ടീച്ചർ ഇന്നലെ ഏതാ പഠിപ്പിച്ചത്? ഇന്നലെ പഠിച്ചത് അന്നില്ലേ? ഒന്നുമില്ല, ഞാൻ പഠിക്കണ്ട. ഇതായിരിക്കും ചിലപ്പോൾ പഠിച്ചത്. പഠിക്കാം. ആദ്യത്തെ കുട്ടി വീട്ടിൽ പോയി. അത് ആദ്യത്തെ കുട്ടിയുടെ വീട്ടിൽ നല്ല സിനിമ നടത്തി. നന്നായിട്ട് വായിച്ചു. എല്ലാവർക്കും ഞാൻ പേപ്പർ തരാം. താഴെ പേപ്പർ. എല്ലാവരും പരീക്ഷ എഴുതിക്കോ. ഞാൻ നന്നായിട്ട് പഠിച്ച കാരണം എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും അത് എഴുതി വയ്ക്കാം. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ബാക്കി വയ്ക്കാം. ആപ്പിത്തക്കുട്ടിയുടെ വീട്ടിൽ പോയി. അതിന് ശേഷം പട്ടൂസിനെ ഉണർത്തി. പിന്നെ അത് എല്ലാവരും വേഗം. ഞാനൊക്കെ 2 വരെയല്ലേ തന്നിട്ടുണ്ടായിരുന്നു. 2 വരെ? ഞാൻ പഠിച്ചത് കുറേ വരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 5 വരെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെ ഇത് നിശാന്തമാകത്ത എഴുതി കഴിയാത്ത? ടീച്ചർ 1 മിനിറ്റ്, ഇപ്പം എഴുതി കഴിയും. ടീച്ചർ കഴിഞ്ഞു ടീച്ചറെ. ഇതാണ് ഞാനവിടെ പഠിപ്പിച്ചത്. എടി നിനക്ക് എത്ര മാർക്ക് കിട്ടി? എൻ്റെ ടീച്ചർ നോക്കുന്നുള്ളൂ. നിനക്ക് എത്ര മാർക്ക് കിട്ടി? 50-ൽ 50 മാർക്ക് കിട്ടി. 50-ൽ 50 കിട്ടിയോ? ഇവിടെ വേറെയാണല്ലോ ഇരിക്കണേ. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ശിവാനന്ദ്. ഏറ്റവും കുറവ് മാർക്ക് കിട്ടിയത് ശിവനന്ദ. ഞാൻ പഠിപ്പിച്ചത് വേറെ, ശിവാനന്ദ് എഴുതിയത് വേറെ. ഇതല്ലേ? ഒയ്യോ 9-0. എനിക്ക് പേടിയാ. ടീച്ചർ ഏതാ പഠിപ്പിച്ചതെന്ന് കാണിച്ചു തരുമോ? ഞാൻ ശിവനന്ദേനെ പറഞ്ഞാൽ രമയ്ക്ക് പഠിക്കാൻ. ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് അവളെ മലയാളം എഴുതി വെച്ചു. ഇതാണ് ഞാൻ പഠിപ്പിച്ചത്. ഇതിൻ്റെ ഈ ആൻസർ മാത്രം എഴുതിയാൽ മതി.